നമസ്കാരം. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും താമസിയാതെ മുടങ്ങും എന്ന് തത്വമയി മാസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആ റിപ്പോർട്ട് മറ്റൊന്നിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നില്ല, മറിച്ച് 2016 പിണറായി വിജയൻ സർക്കാരിൻ്റെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് തന്നെ അവതരിപ്പിച്ച ധവളപത്രത്തിൽ ഉള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചത്. അതായത് UDF ഭരണം കഴിഞ്ഞ് LDF ഭരണം ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നും ചില കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ താമസിയാതെ ഇക്കാര്യത്തിൽ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടായില്ല എങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്നതിലേക്ക് പോകും എന്ന് കണ്ടെത്തിയത് LDF സർക്കാർ, അതായത് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെയാണ്. പക്ഷേ ഈ കണ്ടെത്തലിന് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് LDF സർക്കാർ, അത് ആദ്യ പിണറായി വിജയൻ സർക്കാർ ആയിക്കോട്ടെ രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാർ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും നടത്തിയില്ല എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ടിനും ശുപാർശകൾക്കും എതിരായി പല കാര്യങ്ങളും ചെയ്യുകയും പല രീതിയിലും പണം ധൂർത്തടിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നു, പെൻഷൻകാർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ഇന്നുവരെയും ആരുടെയും അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടില്ല എന്ന വാർത്ത വരുന്നത്. ആ വാർത്ത അങ്ങേയറ്റം നിഷേധിച്ചുകൊണ്ട്, അതായത് ജീവനക്കാരുടെ ട്രഷറി അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ട്, അതിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയിലാണ് 2016 മുതൽ പരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ട്രഷറി അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം പോകാത്തത് സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണമാണ്. ജീവനക്കാർ മാനുവലായി തന്നെ ഈ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഓൺലൈൻ വഴി ശ്രമിച്ചിരുന്നു, അപ്പോഴും അക്കൗണ്ട് മരവിപ്പിച്ച നിലയിലാണ്. ഇത് സാങ്കേതികമായ തടസ്സം മാത്രമാണ്, പണത്തിന് പ്രശ്നമൊന്നുമില്ല, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ധനകാര്യമന്ത്രി ആണയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്, കേരളത്തോട് പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്നത്. സാങ്കേതിക പിഴവാണ് എങ്കിൽ, അല്ലെങ്കിൽ സാങ്കേതികമായ തകരാറാണ് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസത്തിന് ശേഷവും പണം അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല എങ്കിൽ അത് സാങ്കേതിക പ്രശ്നമല്ല എന്ന് ഉറപ്പായിരിക്കുന്നു. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് എന്ന് ഗത്യന്തരമില്ലാതെ സർക്കാരിന് ഇന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. മാത്രമല്ല, ഇനി സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ ചില നിയന്ത്രണങ്ങൾ വരാനുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. ഒരുപക്ഷെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ ജീവനക്കാരുടെ പണം എത്തിയേക്കാം, ശമ്പളം എത്തിയേക്കാം, പക്ഷേ പ്രതിദിന വിഡ്രോവലിന്, പ്രതിദിന പിൻവലിക്കലിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു, ഒരു സാങ്കേതിക പ്രശ്നവുമില്ലായിരുന്നു. ട്രഷറി അക്കൗണ്ടുകളിൽ പണം ഇട്ടു എന്ന് സാങ്കേതികമായി വരുത്തി തീർത്തുകൊണ്ട്, സാലറി അല്ലെങ്കിൽ ശമ്പളം മുടങ്ങില്ല എന്ന് സാങ്കേതികമായി വരുത്തി തീർത്തുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ കൈകളിലേക്ക് പണം എത്താതെ നോക്കുന്ന ഒരു സാങ്കേതിക ക്രമീകരണമാണ് ഇന്നലെ സർക്കാർ ബോധപൂർവം ഏർപ്പെടുത്തിയത് എന്നതാണ് ലഭിക്കുന്ന സൂചന. ഇതനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് ഒരുപക്ഷെ അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച ഒരുപക്ഷെ ശമ്പളം എത്തിയേക്കാം, പക്ഷേ പിൻവലിക്കലിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ആ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം തന്നെയാണ് സംസ്ഥാനത്ത് ശമ്പളം മുടങ്ങിയത് എന്നതിൽ തർക്കമൊന്നുമില്ല. ഈ പറയുന്നത് പോലെ ETSB അക്കൗണ്ട് സംവിധാനമല്ല പെൻഷൻകാർക്കുള്ളത്. അങ്ങനെയെങ്കിൽ സാങ്കേതിക തകരാർ പെൻഷൻകാർക്ക് ബാധകമാകേണ്ടതല്ല, പെൻഷനും മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമുള്ള ശമ്പളം അത് മുടങ്ങാതെ എത്തിയിട്ടുണ്ട് എന്നതാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒന്നും ശമ്പളം എത്തിയില്ല എങ്കിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശമ്പളം എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.